ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് സിന്ദഗി കാ സഫർ അഥവാ ജീവിതത്തിൻ്റെ യാത്ര എന്ന ചാപ്റ്ററിലെ ഹൈക്കു ആണ്. അപ്പോൾ എന്താണ് ഹൈക്കു എന്ന് പറഞ്ഞാൽ? 3 വരികളുള്ളതും വളരെ ലളിതവും എന്നാൽ അർത്ഥവത്തുമായ ഒരു ചെറിയ കവിതാരൂപമാണ് ഹൈക്കു. ഇതിൻ്റെ ഘടന എങ്ങനെയെന്നാൽ, 1-ാം വരിയിൽ 5 അക്ഷരങ്ങളും 2-ാം വരിയിൽ 7 അക്ഷരങ്ങളും 3-ാം വരിയിൽ 5 അക്ഷരങ്ങളുമായിരിക്കും. ഇങ്ങനെ ചെറിയൊരു ഘടനയിലൂടെ വലിയ ഭാവമോ ചിത്രമോ വായനക്കാരിലേക്ക് എത്തിക്കുക എന്നതാണ് ഹൈക്കുവിൻ്റെ ലക്ഷ്യം. അപ്പോൾ നമുക്ക് 1-ാമത്തെ ഹൈക്കു നോക്കാം. സൂഖായ ബാഡ് സാഹബ് കെ ആംഗൻ സദാ ഫുഹാർ. സൂഖായ ബാഡ് സാഹബ് കെ ആംഗൻ സദാ ഫുഹാർ. സൂഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരൾച്ച, ബാഡ് എന്നാൽ പ്രളയം എന്ന് വെച്ചാൽ വരൾച്ചയോ പ്രളയമോ. സാഹബ് കെ ആംഗൻ തമ്പുരാൻ്റെ മുറ്റത്ത്, സദാ ഫുഹാർ എപ്പോഴും നേർത്ത മഴ. വരൾച്ചയോ പ്രളയമോ ആയിക്കോട്ടെ, തമ്പുരാൻ്റെ മുറ്റത്ത് എപ്പോഴും നേർത്ത മഴയായിരിക്കും. എന്ന് വെച്ചാൽ എന്താണ്? വരൾച്ച വന്നാലും പ്രളയം വന്നാലും അത് സാധാരണക്കാരെയാണ് എന്ത് ചെയ്യുക? ബാധിക്കുക. അത് പണക്കാരെ ഒരിക്കലും എന്ത് ചെയ്യില്ല? ബാധിക്കില്ല. അതാണ് 1-ാമത്തെ ഹൈക്കുവിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്കതിൻ്റെ ഭാവാർത്ഥം നോക്കിയാലോ? इस संसार में चाहे सूखा पड़े या बाढ़ आए, लेकिन अमीर लोगों के जीवन पर इसका कोई बुरा असर नहीं पड़ता. उनके यहाँ हमेशा सुख सुविधाओं की बौछार बनी रहती है. यह समाज की आर्थिक असमानता को इशारा करता है. അതിൻ്റെ മലയാളം അർത്ഥമാണ്, നാട്ടിൽ കടുത്ത വരൾച്ചയോ അല്ലെങ്കിൽ വലിയ പ്രളയമോ ഉണ്ടായാലും പണക്കാരായ ആളുകളുടെ ജീവിതത്തെ അത് ബാധിക്കാറില്ല. അവരുടെ വീട്ടുമുറ്റത്ത് എപ്പോഴും സുഖസൗകര്യങ്ങളുടെ നേർത്ത മഴ പെയ്തുകൊണ്ടേയിരിക്കും. സമൂഹത്തിലെ പണക്കാരനും പാവപ്പെട്ടവനും തമ്മിലുള്ള സാമ്പത്തിക വ്യത്യാസത്തെയാണ് ഈ വരികൾ ചൂണ്ടിക്കാണിക്കുന്നത്. അടുത്ത ഹൈക്കു ഡോക്ടർ ഗോപാൽ ബാബു ശർമ്മയുടേതാണ്. പിതാനെ ഡൂണ്ടി ലാഠിയ ബുഢാപേക്ക് ദീപ്തി നഹി. പിതാനെ ഡൂണ്ടി ലാഠിയ ബുഢാപേക്ക് ദീപ്തി നഹി. പിതാനെ ഡൂണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ തിരഞ്ഞു, ഡൂണ്ടിന തിരയുക, ലാഠിയ ബുഢാപേക്ക് വാർദ്ധക്യത്തിൻ്റെ ഊന്നുവടി അഥവാ താങ്ങുവടി അന്വേഷിച്ചു. ദീപ്തി നഹി കാണുന്നില്ല. അച്ഛൻ വാർദ്ധക്യത്തിലെ താങ്ങുവടി തിരയാൻ വേണ്ടി തുടങ്ങി, പക്ഷെ അതെന്ത് ചെയ്യുന്നില്ല? കാണുന്നില്ല. നമുക്ക് ഇതിൻ്റെ ഭാവാർത്ഥം നോക്കാം. ഏക് വൃദ്ധ പിതാ അപ്നെ ബൂഢാപ്പേ കെ സഹാരെ अर्थात अपने बच्चों को ढूंढ रहा है. പ്രായമായ ഒരു അച്ഛൻ തൻ്റെ വാർദ്ധക്യകാലത്തെ താങ്ങുകളെ, അതായത് സ്വന്തം മക്കളെ തിരയുകയാണ്. ലേക്കിൻ വേ ഉസേ കഹി ദിക്കായി നഹി ദേ രഹാ ഹേ. എന്നാൽ അവരെ എങ്ങും കാണാനില്ല. യഹാ लाठी का मतलब लकड़ी नहीं, बल्कि बूढ़ापे में माता पिता की सेवा करने वाले बच्चे हैं, जो आज के समय में उन्हें अकेला छोड़ देते हैं. ഇവിടെ വടി എന്ന് ഉദ്ദേശിക്കുന്നത് പ്രായമാകുമ്പോൾ താങ്ങാകേണ്ട മക്കളെയാണ്. ഇന്നത്തെ കാലത്ത് പ്രായമായ മാതാപിതാക്കളെ മക്കൾ സംരക്ഷിക്കാതെ ഒറ്റപ്പെടുത്തുന്ന അവസ്ഥയെയാണ് ഇത് വ്യക്തമാക്കുന്നത്. അടുത്ത ഹൈക്കു കമല നികുർപ്പയുടേതാണ്.
ढूंढती रही बर्फीली नगरी में नेह की आंच. ढूंढती रही बर्फीली नगरी में नेह की आंच. ढूंढती रही അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. ബർഫീലി നഗരീമേ മഞ്ഞു പെയ്യുന്ന നഗരത്തിൽ. നേഹ് കി ആഞ്ച് സ്നേഹത്തിൻ്റെ ചൂട്. അപ്പോൾ മഞ്ഞ് പെയ്യുന്ന നഗരത്തിൽ സ്നേഹത്തിൻ്റെ ചൂട് അന്വേഷിച്ചുകൊണ്ട് ഇരിക്കുന്നു. നമുക്കിതിൻ്റെ ഭാവാർത്ഥ് നോക്കാം. കവയിത്രി इस स्वार्थी दुनिया में थोड़े से प्यार और अपनेपन की तलाश कर रही है. जिस तरह बर्फ की नगरी में गर्मी की तलाश करना मुश्किल है, उसी तरह आज के इंसानों के बीच सच्चा प्रेम मिलना मुश्किल हो गया है. മലയാളാർത്ഥം, സ്നേഹമില്ലാത്ത ഈ തണുത്തുറഞ്ഞ ലോകത്ത് കവി സ്നേഹത്തിൻ്റെ അല്പം ചൂട് തിരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. മഞ്ഞു നിറഞ്ഞ ഒരിടത്ത് തീയുടെ ചൂട് കണ്ടെത്താൻ ബുദ്ധിമുട്ടുള്ളതുപോലെ ഇന്നത്തെ മനുഷ്യർക്കിടയിൽ യഥാർത്ഥ സ്നേഹം കണ്ടെത്തുക പ്രയാസമാണെന്ന് ഈ വരികൾ പറയുന്നു. അപ്പോൾ എല്ലാവർക്കും ഹൈക്കു മനസ്സിലായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.